ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പം നമ്മുടെ അലീന പോവുകയാണെന്നുള്ള തീരുമാനത്തിൽ അലീന ഉറച്ചു നിൽക്കുകയാണ്. ബബിതയ്ക്കും രോഹിത്തിനും അതുപോലെ കൃഷ്ണമോൾക്കും ബാലചന്ദ്രനും ഒന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. അലീനയോട് സംസാരിക്കുന്നില്ല, അലീനയോടൊന്നും പറയുന്നില്ല, എടുക്കുന്നില്ല. അലീനയോട് ഇപ്പോഴും ഒരു ചെറിയൊരു കിറിവ് പോലെ കാണിക്കുക. കാരണം സത്യങ്ങളൊക്കെ ബബിതയോടും അതുപോലെ തന്നെ രോഹിത്തിനോടും ഒക്കെ പറഞ്ഞല്ലോ. താൻ ആരാണെന്ന് പറഞ്ഞില്ല എങ്കിലും തൻ്റെ സ്വന്തം അച്ഛനല്ല ബാലചന്ദ്ര മേനോൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കൊതിക്കറിവാണേ അലീനയെ കൊണ്ട് അത് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ബാലചന്ദ്രൻ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന തന്നെ നേരിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇണക്കൊന്നും മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്നു. റൂമിലേക്ക് ചെന്നിട്ട് അച്ഛൻ എന്നോട് മിണ്ടാത്തത്, അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കുന്നത്, ഞാൻ ചെയ്തത് അതിന് മാത്രം വലിയ അപരാധമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞൊരു കള്ളത്തരമാണ്. ഞാൻ അവരുടെ മുമ്പിൽ വെറും പൊട്ടനായി പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ വെറും കള്ളനായി പോയില്ലേ, അവരെ ഞാൻ പറഞ്ഞൊരു വിശ്വസിപ്പിച്ചൊരു കഥയായി തീർന്നില്ലേ അത്. ആ കഥ അവർ കേട്ട് അവർ ഇത്രയും നാൾ വിശ്വസിച്ച് നടന്നില്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനല്ലല്ലോ പൊട്ടനായത്, ഞാൻ അവരെ പൊട്ടന്മാരാക്കുന്ന പോലെ ആയിപ്പോയില്ലേ, എൻ്റെ മക്കൾക്ക് എന്നോടുള്ള വിശ്വാസം അത് തകർന്നു പോയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അച്ഛ അങ്ങനെ ഒരിക്കലും കരുതരുത്. സത്യം ഒരു പരിധിയിൽ കൂടുതൽ മറച്ചു വെക്കാനൊന്നും കഴിയത്തില്ല. ഒരിക്കലും അച്ഛൻ നിരപരാധിയാണ്. അച്ഛൻ ഒരിക്കലും അപരാധിയാകേണ്ട കാര്യമില്ല. നിരപരാധിയായ അച്ഛൻ്റെ ഒരു വ്യക്തിത്വമുണ്ട്. അച്ഛൻ്റെ ആ ഒരു വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് അച്ഛൻ അപമാനപ്പെട്ട് സ്വന്തം മക്കളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. കാരണം എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ് അച്ഛൻ ഒരു തെറ്റുകാരനാണ് എന്തിന് എല്ലാവരെയും അറിയിക്കുന്നു. അതിൻ്റെ ഒരു ആവശ്യമില്ല. തെറ്റ് ചെയ്തിട്ടില്ലാത്ത കാലം അത്രയും ആരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് എൻ്റെ അച്ഛൻ നിൽക്കണം. അങ്ങനെ അച്ഛൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ഞാൻ ബബിതയോടും രോഹിത്തിനോടും ഒക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ നല്ലതിനു വേണ്ടി മാത്രമാണോ? ഒരിക്കലും അച്ഛനതൊരു ദോഷമാവില്ല. ആ മക്കൾക്ക് അച്ഛനോടുള്ള സ്നേഹം കൂടുകയുള്ളൂ, കുറയത്തില്ല. കാരണം ആ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, വിവാഹത്തിന് മുമ്പ് തൻ്റെ അമ്മയിൽ നിന്നും അല്ലാതെ വേറൊരു സ്ത്രീയിൽ നിന്നും തൻ്റെ അച്ഛനൊരു കുഞ്ഞ് പിറന്നു എന്ന ആ ഒരു തെറ്റിദ്ധാരണ അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. കാരണം ഞാൻ കാരണമാണ് അച്ഛൻ ആ ഒരു ചീത്ത പേരുണ്ടായത്. അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ അച്ഛാ. അപ്പോൾ പിന്നെ ഇതൊന്നും വലിയ കാര്യമാക്കി അച്ഛൻ എടുക്കരുത്. ഇത് ഓർത്തിട്ട് അച്ഛൻ വിഷമിച്ചിരിക്കരുത്. ഒരിക്കലും അച്ഛന് ഇതോർത്ത് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. തൻ്റെ മക്കൾ തന്നെക്കുറിച്ച് അറിഞ്ഞല്ലോ. തൻ്റെ മക്കൾക്ക് തന്നോട് ഇപ്പം ഒരു അഭിമാനം അച്ഛനെക്കുറിച്ച് ഓർത്തിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. അതല്ല അച്ഛൻ ഓർക്കേണ്ടത്. അച്ഛൻ ഒരിക്കലും തല ഉരിഞ്ഞ് നിൽക്കേണ്ട ആളല്ല. എല്ലാവരുടെയും മുമ്പിൽ ഈ അച്ഛൻ തല ഉയർത്തി പിടിച്ച് അന്തസ്സും അഭിമാനത്തോടും കൂടി നിൽക്കേണ്ട ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു കേട്ടോ. അലീനയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ അലീനയുടെ കൈയെടുത്തിട്ട് നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊതിക്കറിവ് കാണിച്ച് നടക്കുന്നതും മിണ്ടാതൊക്കെ നടക്കുന്നതും എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ ചൂളിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടല്ല, നീ ഇവിടുന്ന് പോകുകയാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നീ എന്ന് ഈ വീട്ടിൽ കയറി വന്നോ, അന്ന് ഒരു പക്ഷേ ഞാൻ നിന്നെ ഇതുപോലെ എൻ്റെ സ്വന്തം മകളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ആരുമായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. ഞാനിവിടുത്തെ വെറും ഒരു ഹോം നേഴ്സായിട്ടാണ് കണ്ടത്. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനും കൂടെ ഇതിലൊരു പാർട്ടായി പോയില്ലേ എന്ന് ചിന്തിച്ച് ഒരുപാട് വിഷമം തോന്നി. നിന്നോട് സഹതാപം തോന്നി. ആ സഹതാപവും വിഷമവും ഒക്കെ ഇപ്പം എനിക്ക് സ്നേഹവും വാത്സല്യവും ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. അന്ന് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക അല്ലെങ്കിൽ നീ പോവുക എന്ന് പറയുമ്പം അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ അച്ഛന്. സഹിക്കുന്നതിലും അപ്പുറമാണ് മോളെ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പം ഒരു നേരത്തെ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ സന്തോഷത്തിന് വേണ്ടി എന്തിനാ അച്ഛാ ഞാൻ എല്ലാവരെയും ഇപ്പം സന്തോഷിപ്പിച്ച് പിന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ട്? ആ ഒരു നേരത്തെ സന്തോഷത്തിനുള്ള ആ ഒരു സന്തോഷമല്ലല്ലോ നമുക്ക് വേണ്ടത് ആയുഷ്കാലം മുഴുവനുമുള്ള സന്തോഷമല്ലേ. അച്ഛന് ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സന്തോഷം വരും. അതുപോലെ ബബിതയ്ക്കും രോഹിത്തിനും നമ്മുടെ ബബിതയ്ക്ക് കൃഷ്ണമോൾക്കും ഒക്കെ സന്തോഷം വരുമായിരിക്കാം. പക്ഷേ ഒരു ദിവസം ഇപ്പം സന്തോഷിക്കുന്നവർ തന്നെ പറയും, അലീന ചേച്ചി കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അലീന ചേച്ചി ഒരുപക്ഷെ ഈ വീട്ടിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ പഴയ ഞങ്ങളുടെ അമ്മയും അച്ഛനെയും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് അതൊരിക്കലും ആരും പറയാൻ പാടില്ല. മാത്രമല്ല എനിക്ക് അർഹതപ്പെട്ടതല്ല ഈ കുടുംബം. ഞാൻ
എന്തോ ഈ കുടുംബം അച്ഛനും അമ്മയ്ക്കും രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ അവകാശപ്പെട്ടതാണ്, അല്ലാതെ ഒരിക്കലും എനിക്ക് അവകാശപ്പെട്ടതല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പക്ഷേ നീ നിൻ്റെ അമ്മയെ വെള്ള പൂശാൻ ശ്രമിക്കരുത്, അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആരെയും ഞാൻ വെള്ള പൂശാൻ ശ്രമിക്കുന്നതല്ല, ഞാനിവിടുന്ന് പോകേണ്ടത് എൻ്റെ അത്യാവശ്യത്തിനേക്കാൾ കൂടുതൽ ഇവിടെ ഉള്ളവരുടെ അത്യാവശ്യമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ എന്ന് തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നു. ബാലചന്ദ്രൻ അലീനയോടുള്ള കൊതിക്കറിവ് അലീന തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബബിത നേരെ മനുവിനെ വിളിക്കുകയാണ്. അപ്പം ഇനിയിപ്പം മനു വിചാരിച്ചാലേ അലീന അവിടെ നിന്ന് പോവാതിരിക്കത്തുള്ളൂ എന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന രോഹിത്തും കൃഷ്ണമോളും ബബിതയും ഒക്കെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്, എങ്ങനെയെങ്കിലും അലീന ചേച്ചി ഇവിടെ നിന്ന് പോവാതിരിക്കണമല്ലോ. അപ്പോൾ പോകാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അലീന ചേച്ചി പോവാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ബാലചന്ദ്രൻ മനു ഒക്കെ നിർബന്ധിക്കണം. അപ്പം ബാലചന്ദ്രൻ ഇപ്പം ഇച്ചിരി ലൂസായിട്ട് നിൽക്കുകയാണ്. നിൻ്റെ ഇഷ്ടം എന്താണ് അത് ചെയ്യുക എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ നമ്മുടെ അലീനയോട് പറയുന്നത്. അപ്പം പിന്നെ അവർക്ക് പിന്നെ മനുവിനെ പിടിക്കുക എന്നുള്ളത് രക്ഷയുള്ളൂ. അങ്ങനെ ഇവർ 3 പേരും കൂടെ തീരുമാനിച്ചിട്ട് അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കണം, മാക്സിമം എഫേർട്ട് എടുത്ത് പറഞ്ഞു വിടാതിരിക്കണമല്ലോ. അപ്പോൾ അത് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മനുവിനെ വിളിക്കുകയാണേ. മനുവിനെ ഫോൺ വിളിക്കുന്നു. മനുവിനെ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും ബബിതയാണ് വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്താ ബബിതേ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മനുവേട്ടനിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ട്. അല്ല, ജോലി സ്ഥലത്ത് എനിക്ക് ജോലിയുണ്ട്, ഞാനിപ്പം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ജോലി സ്ഥലത്തേക്ക് പോകണം, എന്താ കാര്യം പറ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ബബിത പറയാണ്, അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, അലീന ചേച്ചി വിളിക്കാറില്ലേ രോഹിത്തേട്ടനല്ല മനുവേട്ടനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവളെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്, അവളെ എന്നെ ഇങ്ങോട്ട് വിളിയൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഇവിടുന്ന് അലീന ചേച്ചി പോവുകയെന്നാണ് പറയുന്നത്. അലീന ചേച്ചി അങ്ങനെ പോയാൽ ശരിയാവോ മനുവേട്ടാന്ന് പറയുമ്പം അലീന പോയാൽ എന്താ ശരിയാവാത്തേ? അലീന അവിടുത്തെ ഹോം നേഴ്സല്ലേ, എന്നാണെങ്കിലും അലീന പോവേണ്ടതല്ലേ? എന്താ മനുവേട്ടനൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? മനുവേട്ട, അലീന ചേച്ചി ഇവിടെ നിൽക്കണം മനുവേട്ട, അലീന ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചി പോലെയല്ലേ, പിന്നെ എന്തിനാ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്? ഒരു കാര്യം ചെയ്യോ, ഇനി അലീന ചേച്ചി ഇവിടെ നിൽക്കണമെങ്കിൽ മനുവേട്ടൻ വിചാരിക്കണം. മനുവേട്ട പ്ലീസ്, മനുവേട്ട ഒന്ന് പറയുമോ മനുവേട്ട, അലീന ചേച്ചിയോട് പോകണ്ടെന്ന് പ്ലീസ് മനുവേട്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ അലീന പോകാതിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? പോകുന്നോ അല്ലെങ്കിൽ പോകാതിരിക്കുന്നോ നിനക്ക് തോന്നുന്നുണ്ടോ? മനുവേട്ടൻ നിർബന്ധിച്ചാൽ അലീന ചേച്ചി പോവില്ല. ഈ പറയുന്ന അലീന ചേച്ചിയുടെ ഗാർഡിയൻ മനുവേട്ടനും എൻ്റെ അച്ഛനും ഒക്കെ അല്ലേ, അപ്പം നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പോവില്ല എന്ന് പറയുമ്പോൾ, അല്ല നിനക്ക് നിൻ്റെ അമ്മേനെ ആവശ്യമില്ലേ? അപ്പം അമ്മയും അച്ഛനും ഒരുമിച്ച് ജീവിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ലേ? അവർ ഒരുമിച്ച് കൊണ്ടുവരണം, ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ നിനക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അച്ഛനെയും അമ്മേനെയും അവർ ഒരുമിച്ച് ജീവിക്കണം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അലീന ചേച്ചിയും വേണമെന്ന് പറയുമ്പോൾ ഇതൊന്നും ഒരുമിച്ച് നടക്കത്തില്ല മോളെ, നിൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് വാശിയാണ്, ഇതൊന്നും ഒരുമിച്ച് നടക്കാനേ ചാൻസ് ഇല്ല. അലീനെ ഇവിടുന്ന് പറഞ്ഞ് വിടാതിരിക്കുക ഉള്ളതല്ല ഇപ്പം നിങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അലീനെ ഇവിടെ നിൽക്കുക എന്നുള്ളതൊന്നും അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ അമ്മയും അച്ഛനും ഒന്നിച്ചു പോവുക എന്നുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് അലീന ചേച്ചി എന്ത് തെറ്റായി ചെയ്ത്, അലീന ചേച്ചി എന്ത് ചെയ്തിട്ടാ മനുവേട്ട അലീന ചേച്ചിനെ ഇവിടുത്തെ പറഞ്ഞു വിടുന്നത്? അത് പറ. അല്ല, ഇനിയിപ്പം അലീന അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ അലീന നിന്നത് ഇവിടെ മുത്തശ്ശീനെ നോക്കാനൊക്കെ വന്നതല്ലേ, അപ്പം പിന്നെ എന്തിനാ ഇനിയിപ്പോൾ അവിടെ അലീന നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് നിങ്ങളെയും അതുപോലെ ബാലചന്ദ്രൻ ഞങ്ങളെയൊക്കെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോട്ടെ എന്ന് പറയുകയാണ്. അപ്പം ബബിത പറഞ്ഞു, അത് പറ്റത്തില്ല, അലീന ചേച്ചി ഇല്ലാത്ത ഈ വീട് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ല മനുവേട്ട, അലീന ചേച്ചി ഇവിടെ തന്നെ വേണം. വേറെ ഒരു ഉപകാരം ചെയ്യാം, വേറെ ഒന്നും ചെയ്യണ്ട മനുവേട്ടൻ, വേറെ ഒന്നും ആവശ്യപ്പെടേണ്ട അലീന ചേച്ചിയോട്. അലീന ചേച്ചിനെ വിളിച്ചൊന്ന് സംസാരിക്കുക, ഒന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ടൊന്ന് പറ, ഇവിടെ നിന്ന് പോകരുതെന്നൊന്ന് കാല് പിടിച്ചു പറ. ഞങ്ങൾക്ക് പറ്റില്ല അലീന ചേച്ചി ഇല്ലാതെ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ, അമ്മ ഇവിടെ ഇല്ലാതെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്, അത് അലീന ചേച്ചി ഉള്ളത് കൊണ്ടാണ്. അപ്പോഴത്തേക്കും മനു ചോദിച്ചാൽ, എന്നാൽ പിന്നെ നിൻ്റെ അമ്മ വരുമ്പോഴത്തേക്കും അലീനയുടെ ഒരു കുറവ് നികരുമല്ലോ എന്ന് പറയുമ്പം, ഒരിക്കലും അലീന ചേച്ചിക്ക് പകരം വെക്കാൻ എൻ്റെ അമ്മയാവില്ല, ഒരിക്കലും അലീന ചേച്ചിക്ക് പകരമല്ല അമ്മ വേറെ, അലീന ചേച്ചി വേറെ. അലീന ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പം ഈ വീട്ടിൽ ഇത്ര സന്തോഷത്തോടു കൂടിയൊക്കെ കഴിയുന്നതും, ഞങ്ങളുടെ ഈ മാറ്റവും രോഹിത്തേട്ടൻ്റെ മാറ്റവും രോഹിത്തേട്ടൻ ജയിലിൽ നിന്ന് വന്നതുമൊക്കെ അലീന ചേച്ചി ഉള്ളത് കൊണ്ടാണ്. അലീന ചേച്ചി ഈ വീട്ടിലുള്ളത് കൊണ്ടാണ് എല്ലാം നല്ലതുപോലെ നടക്കുന്നത്. അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, അതുകൊണ്ടൊന്ന് വിളിച്ച് പറ പ്ലീസ് എന്ന് പറഞ്ഞ് നമ്മുടെ മനുവിൻ്റെ കാല് പിടിക്കുകയാണ് കേട്ടോ. ഇതിൽ മനുവിൻ്റെ കാല് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, ഓക്കെ എന്നാൽ പിന്നെ എന്നെ എന്ത് ചെയ്യാം, നേരെ നമുക്ക് വിളിച്ച് പറയാം, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല,
എനിക്ക് അലീനയുടെ ഒരു ഗാർഡിയനാണെന്നേ ഉള്ളൂ ഞാൻ. പക്ഷേ അലീന 18 വയസ്സ് പൂർത്തിയായ ഒരു പെങ്കൊച്ചാണ്. അവൾക്ക് അവളുടേതായ കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ നേരെ അലീനയെ വിളിച്ചു. എന്താ മനുവേട്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ എനിക്കിവിടെ ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ട്, ഒരു പരാതിയാണ്, അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം, അതിനുവേണ്ടി ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ പരാതിയോ? എന്നെക്കുറിച്ചോ? നിന്നെക്കുറിച്ചൊരു വലിയ പരാതിയാണല്ലോ അലീന. ഇങ്ങനെ പരാതിയൊക്കെ ആയിട്ട് ആൾക്കാർ എൻ്റെ മുമ്പിൽ ഓരോ അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം, എന്താ മനുവേട്ട കാര്യം പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും, വേറെ ഒന്നുമല്ല എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്ന പരാതി, നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണെന്ന് അവിടെ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. അവരെൻ്റെ ഒരു കാല് പിടിച്ച് പറഞ്ഞേക്കാം നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടരുതെന്ന്. ഇതിന് ഞാൻ എന്താ അലീന പറയേണ്ടത് എല്ലാവരോടും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓഹോ അപ്പോൾ അപേക്ഷ അവിടം വരെ എത്തിയോ? അപേക്ഷ ഇവിടെ എത്തി, അപേക്ഷ ഞാൻ സ്വീകരിച്ചു, പക്ഷേ ഇനി അതിലെഴുതിയേക്കുന്ന പരാതി നികത്തേണ്ടത് നീയാണെന്ന് പറഞ്ഞപ്പം, അതൊരിക്കലും നികത്താൻ പറ്റില്ല മനുവേട്ട. അതിലുള്ള പരാതി ആ പരാതി പോലെ തന്നെ നിൽക്കും. പിന്നെ ഞാനിപ്പം ഈ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനുവേട്ടൻ അറിയാം. ഏകദേശം എൻ്റെ കർത്തവ്യങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പം ഞാനിവിടെ നിന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല, ദോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ തുടരുന്നത്? ഇത്രയും നാളും അച്ഛന് വേണ്ടി ഞാൻ തുടർന്നു, പിന്നെ രോഹിത്തിന് വേണ്ടി, ബബിതയ്ക്ക് വേണ്ടി, അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി ഞാനിങ്ങനെ മാറ്റി ഓരോ ദിവസം മാറ്റി വെച്ചു. ഇനി ഞാൻ മേഡത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടേ എൻ്റെ ദിവസങ്ങൾ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നുമല്ലാതായി പോവില്ല മനുവേട്ട. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ. അലീന അമ്പിലും വെല്ലിലും അടുക്കുന്നില്ലേ. അപ്പം ഞാൻ ഇന്ന് ഇത്രയും കഥ പറഞ്ഞ് നിർത്താണ്. ഞാനാകെ പാടെ കുറച്ച് എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നല്ല തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാവിലെയും വീഡിയോ ചെയ്യാതിരുന്നത്. നാളെ രാവിലെ ഓക്കെ ആവും കേട്ടോ. നാളെ രാവിലെ മുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല. അപ്പോൾ ഒത്തിരി പേര് പ്രതീക്ഷിച്ചിരിക്കും നമ്മുടെ ഈ പ്രൊമോ വീഡിയോ എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.